ആരാണ് മുത്തുനബി? ആരാ ആ മുത്തുനബിയുടെ പ്രത്യേകതകൾ എന്താ നമുക്ക് പഠിക്കാം. ആരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് നമ്മൾ പഠിക്കണം. ആ പുണ്യപ്രവാചകന്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം, അനുസ്മരിക്കണം. എങ്കിലല്ലേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയൂ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം അറിയുന്ന എത്ര പേരുണ്ട്? ഗാന്ധിജിയുടെ ചരിത്രം വായിച്ച എത്ര ആൾക്കാരുണ്ടെന്നറിയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വായിച്ച എത്ര പേരാവുള്ളേ? നമുക്ക് പ്രവാചകനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എന്തറിവായി എനിക്കും നിങ്ങൾക്കും ഉള്ളത്? നമ്മൾ പഠിക്കണം. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ നമ്മുടെ ഈ ആയുസ്സൊന്നും മതിയാകില്ല. കാരണം അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. ആ 23 വർഷക്കാലത്തെ ജീവിതം. ആ പ്രവാചകൻ പിന്നെ 40 വയസ്സുവരെയുള്ള പ്രായം, നുബുവത്തിന് ശേഷമുള്ള 63 വർഷക്കാലത്തെ പ്രവാചകന്റെ ജീവിതം പറഞ്ഞു പഠിപ്പിക്കാൻ ലോകത്തൊരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആരാണ് മുത്തുനബി എന്ന് നമുക്ക് പഠിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പ്രത്യേകതയുള്ള പ്രവാചകനായിരുന്നു അന്ത്യപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരുപാട് പ്രത്യേകതയുള്ള പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭൂമിയിലേക്ക് 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അംബിയാ മുർസലീങ്ങൾ ഈ ലോകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിലും അവസാന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു, വലിയ മഹത്വമുണ്ടായിരുന്നു. അത് ഖുർആനും ഹദീസും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മഹാനായ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഉണർത്തുകയാണ്. സാധാരണ ഒരു പ്രവാചകനല്ല, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്. ആ പ്രവാചകന്മാരെ പോലെ ആയിരുന്നില്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവരെ പോലെ ആയിരുന്നില്ല. അല്ലാഹു പറയുകയാണ്, വലൗലാ ഫളിലുല്ലാഹി അലൈക വറഹ്മതുഹു ലഹമ്മത് ത്വായിഫത്തും മിൻഹും അയ്യുളില്ലൂക വമാ യുളില്ലൂന ഇല്ലാ അൻഫുസഹും വമാ يضرونك من شيء وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തരികയാണ്. ആ പ്രവാചകന്റെ ശ്രേഷ്ഠത എന്താണ്? ആ പ്രവാചകന്റെ മഹത്വം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന് കൊടുത്തിരുന്ന സ്ഥാനം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ജീവിതത്തിൽ എത്ര വലിയ ഭാഗ്യം ചെയ്തവരാണ്. നമ്മളെ പോലെ ഭാഗ്യവാന്മാരാരാവുള്ളത്? ആ പ്രവാചകന്റെ ഉമ്മത്താകാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചല്ലോ. ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും, ആ പ്രവാചകനെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും, അല്ലാഹുവേ, ആ പ്രവാചകന്റെ ഉമ്മത്താകാൻ അല്ലാഹു നമുക്ക് നൽകിയ ഭാഗ്യമുണ്ടല്ലോ. അറിയണം സഹോദരാ, ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത കാര്യമാണ്. ഒരുപാട് പ്രവാചകന്മാര്, മുൻഗാമികളിൽപ്പെട്ട ഒരുപാട് പ്രവാചകന്മാർ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ആ അവസാന പ്രവാചകന്റെ ഉമ്മത്താകാൻ, ആ അവസാന പ്രവാചകന്റെ ഉമ്മത്തിൽ ഒരു അംഗമാകാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അവർക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകന്മാരിൽ ചിലരെക്കാൾ വല്ലാത്ത സ്ഥാനമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്, തിൽക്കർ റുസുലു ഫല്ലല്ലാ ബഅദഹും അലാ ബഅദിൻ മിൻഹും മൻ കല്ലമല്ലാഹു വറഫഅ ബഅദഹും ദറജാത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ
പ്രവാചകന്മാരിൽ ചിലരെക്കാളും ചിലർക്ക് അല്ലാഹു സ്ഥാനങ്ങൾ കൊടുക്കുകയാണ്. ഓരോ പ്രവാചകന്മാർ ആദം നബിക്ക് വല്ലാത്ത മഹത്വമുണ്ട്. ആദം നബി അലൈഹിസ്സലാമാണ് ആദ്യമായിട്ട് ഈ ലോകത്തേക്ക് കടന്നു വന്ന മനുഷ്യൻ. ആദ്യ പിതാവാണല്ലോ. ആദം നബിക്ക് റൂഹ് ഊതിയത് അല്ലാഹുവാണല്ലോ. ആദം നബിയെ സൃഷ്ടിച്ചത് അല്ലാഹുവായിരുന്നല്ലോ. ആദ്യ മനുഷ്യനായിരുന്നു ആദം നബി അലൈഹിസ്സലാം. അല്ലാഹു ഒരുപാട് അറിവ് കൊടുത്ത, അല്ലാഹു ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സ്വർഗത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകനാണ് ആദം നബി അലൈഹിസ്സലാം. അതാ പടച്ചവനെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ശൈഖുൽ അംബിയാ 950 വർഷക്കാലം പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രായം ചെന്ന പ്രവാചകൻ, ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്ന പ്രവാചകൻ അതായിരുന്നു മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹീം, അല്ലാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പടച്ചവന് എന്തിനേക്കാളും അല്ലാഹുവാണ് വലുതെന്ന് തന്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തന്ന, സർവരെയും പരാജയപ്പെടുത്തിയ, അല്ലാഹു കൊടുത്ത പരീക്ഷണങ്ങൾ മുഴുവനും എല്ലാ പരീക്ഷണങ്ങളിലും വിജയിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി. അതുകൊണ്ടാണ് അല്ലാഹു ഖലീൽ എന്ന് വിളിച്ചത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, ആ മൂസാ നബിയാണ് അല്ലാഹു കലീമുല്ലാഹി മൂസാ. മൂസാ നബിക്ക് അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ, അല്ലാഹുവിനോട് സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രവാചകന്മാര്, ഇനിയൊരു പ്രവാചകനുണ്ടല്ലോ, മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. പടച്ചവനെ ഓരോ പ്രവാചകന്മാർക്കും അവരവരുടേതായ സ്ഥാനങ്ങൾ അല്ലാഹു കൊടുക്കുകയാണ്. അവർക്ക് ചില പദവികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ചിലർക്ക് ചിലരെക്കാൾ അല്ലാഹു വല്ലാത്ത ശ്രേഷ്ഠത നൽകി. ഒരു പ്രവാചകനെക്കാൾ മറ്റൊരു പ്രവാചകൻ അല്ലാഹു ശ്രേഷ്ഠത നൽകി. അല്ലാഹു തന്നെയാണ് പറയുന്നത്, തിൽക്കർ റുസുലു ഫല്ലല്ലാ ബഅദഹും അലാ ബഅദിൻ മിൻഹും മൻ കല്ലമല്ലാഹു വറഫഅ ബഅദഹും ദറജാത്. അല്ലാഹു ചിലരെക്കാൾ മറ്റു ചിലർക്ക് പരിഗണന കൊടുത്തു, ശ്രേഷ്ഠത കൊടുത്തെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ അല്ലാഹു മുഹമ്മദ് നബിക്ക് കൊടുത്ത മഹത്വം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ, എന്റെയും നിങ്ങളുടെയും കരളിന്റെ കഷ്ടമായി നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ പ്രവാചകൻ അല്ലാഹു കൊടുത്ത സ്ഥാനം എന്തെന്നറിയുമോ? എങ്ങനെയാണ് അല്ലാഹു ആദരിച്ചത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങൾ, ആ 114 അധ്യായങ്ങളിലെ ഒരു അധ്യായത്തിന്റെ പേരെന്തെന്നറിയുമോ? സൂറത്തുൽ മറിയം. മറിയം എന്നാണ് അല്ലാഹു പേരിട്ടത്. ആരാ മറിയം ബീവി? ആരാ? മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മാതാവാ. മറിയം ബീവി സാധാരണ ഒരാളല്ല. ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ അല്ലാഹുവേ, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ ഇരുന്ന ഒരു മിഹ്റാബ് കാണാം. കാരണം തന്റെ പ്രിയപ്പെട്ട മാതാവ് അവിടെ നിന്ന് നേർച്ച ചെയ്തിരുന്നു. ഹന്നത്ത് ബീബി അവിടെ നിന്നല്ലോ ഈ സാദാ മറിയം ബീബിയുടെ മാതാവ്, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മ അവിടെ നിന്ന് ഗർഭിണിയായ സമയത്ത് ഒരു നേർച്ച ചെയ്ത് ഇത് പള്ളിക്ക് കൊടുത്തേക്കാന്ന്. ആൺകുട്ടിയാണെന്നാ കരുതിയത്, പക്ഷെ പെൺകുട്ടിയായിപ്പോയി. അങ്ങനെ അവസാനം കൊണ്ടുപോയി സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ കൊടുത്തു. എന്നും നമ്മൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഇസ്രയേലിലേക്ക് കടന്നു പോകുമ്പോൾ, ഫലസ്തീനിൽ പോകുമ്പോൾ കാണാം മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന സ്ഥലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധാരണ ഒരാളല്ല മറിയം. സക്കരിയ നബി അലൈഹിസ്സലാം ഒരിക്കൽ റൂമിനകത്തേക്ക് കയറി വന്നപ്പം മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഇരുന്നിട്ട് ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുക. സക്കരിയ നബി ചോദിച്ചു, ഇതെവിടെ നിന്ന് കിട്ടി? ഈ പഴങ്ങളൊന്നും ഈ നാട്ടിൽ കിട്ടൂല, ഈ പഴങ്ങളൊന്നും ഈ നാട്ടിൽ കിട്ടുന്നതല്ല, നിനക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോഴാ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഖാല ഹുവ മിൻ ഇൻദില്ലാ, അല്ലാഹ് എനിക്കുണ്ടെന്ന്, എന്റെ റബ്ബ് തന്നെ എനിക്ക്, പടച്ചവൻ കൊടുത്തിയാണെന്ന്.
പള്ളിയുടെ മിഹ്റാബിനകത്തിരിക്കുന്ന മറിയം എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടിക്ക് കഴിക്കാൻ അള്ളാഹു അവിടുന്ന് ഭക്ഷണം കൊടുത്തു, അവിടുന്ന് ഫ്രൂട്ട്സ് കൊടുത്തു എന്ന് ചരിത്രം പറയുന്നു. ആ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയാ മറിയം ബീബി. ആ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട മകനായ ഈസാ നബി അല്ലാഹു വിളിച്ചതെങ്ങനെയെന്നറിയുമോ? സൂറത്തുൽ മാഇദ എടുത്തു നോക്ക്. യാ ഈസ ഇബ്നു മറിയം, അല്ലാഹു വിളിക്കുന്നു ഏ ഈസാ, മറിയമിന്റെ മകനായ ഈസാ. ഈസാ നബിയുടെയും പേരാണ് വിളിച്ചത്. ഈസാ നബിയുടെ പേരാണ് അല്ലാഹു വിളിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു വിളിച്ചത് എങ്ങനെയെന്നറിയുമോ? നിങ്ങൾ സൂറത്തുൽ ഹൂദ് എടുത്ത് നോക്ക്. അല്ലാഹു വിളിക്കുന്നു യാ നൂഹ് ഇഹ്ബിത് ബിസലാം. നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിക്കുന്നത് നൂഹേ, ഏ നൂഹേ, ഏ നൂഹേ. നൂഹ് നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു അങ്ങനെയാണ് വിളിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. പടച്ചവനെ, ചരിത്രമറിയുമല്ലോ. ദാവൂദ് നബി അലൈഹിസ്സലാമിന് സൂറത്തു സ്വാദ്, ആ പരിശുദ്ധമായ അധ്യായം നിങ്ങൾ എടുത്തു നോക്കൂ. അല്ലാഹു ആ പ്രവാചകനെ വിളിച്ചത് എങ്ങനെയെന്നറിയുമോ? യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്. അവിടെ ദാവൂദ് എന്നാണ് അല്ലാഹു പേര് വിളിക്കുന്നത്. ദാവൂദ് നബിയുടെയും പേരാണ് അല്ലാഹു വിളിച്ചത്. ദാവൂദ് നബിയുടെ പേരാണ് അല്ലാഹു വിളിച്ചത്. സക്കരിയാ നബി അലൈഹിസ്സലാം, സക്കരിയാ നബിയെയും അല്ലാഹു വിളിക്കുന്നു യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക. സൂറത്തുൽ മറിയം എടുത്തു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് സക്കരിയാ നബിയുടെയും പേരാണ് വിളിച്ചത്. ഇതുപോലെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയാൽ അല്ലാഹു പ്രവാചകന്മാരുടെ മുഴുവനും പേരുകളാണ് വിളിക്കുന്നത്. എങ്കിലും 114 അധ്യായങ്ങൾ, 6000-ൽ പരം വരുന്ന ആയത്തുകൾ. ഓരോന്നിടത്ത് നിങ്ങളെ തെരഞ്ഞു നോക്കിക്കോ. ഒരു സ്ഥലത്ത് പോലും അല്ലാഹു വിളിക്കുന്നില്ല യാ മുഹമ്മദ്, ഏ മുഹമ്മദ്, ഏ മുഹമ്മദ്. ഒരിക്കൽ പോലും അല്ലാഹു വിളിക്കുന്നില്ല. പിന്നല്ല വിളിച്ചതെന്തെന്നറിയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹ്. യാ അയ്യുഹൻ നബി, യാ അയ്യുഹൻ നബി, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. അല്ലാഹുവിന്റെ പ്രവാചകനെ അല്ലാഹു വിളിച്ചത് എങ്ങനെയെന്നറിയുമോ? ഈ റസൂലേ, ഈ നബിയേ. അല്ലാഹു ആദരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട്, ശ്രേഷ്ഠത നൽകിക്കൊണ്ട് അല്ലാഹു അങ്ങനെയാണ് വിളിച്ചതെന്ന് ഖുർആൻ. അതുകൊണ്ട് അല്ലാഹു തന്നെയാണ് പറഞ്ഞത്, തിൽക്കർ റസൂലു ഫളല്ലാ ബഅദഹും അലാ ബഅദ് മൻ കല്ലമല്ലാഹു വറഫഅ ബഅദഹും ദറജാത്ത്. അല്ലാഹു ചിലരെക്കാൾ ചിലര് അല്ലാഹു അവിടുന്ന് ശ്രേഷ്ഠത കൊടുത്തെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഏ ആദമേ, ഏ നൂഹേ, ഏ ഇബ്രാഹിമേ, ഏ മൂസാ, ഏ ദാവൂദ്, ഏ സക്കരിയ, ഏ ഈസാ, എല്ലാവരുടെയും പേര് വിളിച്ചു. ഒരിടത്തെങ്കിലും ഏ മുഹമ്മദ് കാണാൻ പറ്റൂ ഖുർആനിൽ? ഇല്ല. അല്ലാഹു ആകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മുഹമ്മദ് എന്നുള്ള പേര് ഒരിടത്തേ ഉള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോഴും റസൂലുള്ളാഹ് എന്നല്ല വിളിച്ചേ. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് അല്ലാഹു മുത്തുനബിക്ക് കൊടുത്തിരുന്ന സ്ഥാനം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു വിളിച്ചതെങ്ങനെയാണ്? അതുകൊണ്ട് നബിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെക്കാൾ, അവരുടെ സമുദായത്തിനേക്കാൾ മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കോ ആ പ്രവാചകന്മാരുടെ അനുയായികൾക്കോ നൽകാത്തതും നബിക്കും ഈ ഉമ്മത്തിന് മാത്രം പ്രത്യേകമായി നൽകുകയും ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിക്കണം. ലോകത്ത് കടന്നു വന്ന ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാര്, ആ പ്രവാചകന്മാർക്കോ ആ പ്രവാചകന്മാരുടെ ഉമ്മത്തിനോ നൽകാത്ത ചില അത്ഭുതകരമായ കാര്യങ്ങൾ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാർക്കോ അവരുടെ സമുദായത്തിന് അല്ലാഹു നൽകാത്ത ചില പ്രത്യേകതകൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കണം. ലോകത്ത് കടന്നു വന്ന ഒരു പ്രവാചകന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴിച്ചു ബാക്കി ഒരൊറ്റ പ്രവാചകന്മാർക്കും കിട്ടാത്ത, ആ പ്രവാചകന്മാരുടെ സമുദായത്തിന് അല്ലാഹു കൊടുക്കാത്ത ചില മഹത്വമുള്ള കാര്യങ്ങൾ, ചില ശ്രേഷ്ഠതയുള്ള കാര്യങ്ങൾ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാ. ഒരു ഉമ്മത്തിനും അല്ലാഹു കൊടുക്കാത്ത ചില ഭാഗ്യങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. നാസറിനെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നിരിക്കറോ, നിങ്ങളെ കാണാൻ പറ്റുന്നില്ല, എല്ലാം എഴുന്നേറ്റ് ഇപ്പുറത്ത് വാ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഈ ലൈറ്റിന്റെ വെട്ടത്തിൽ കാണുന്നില്ല, ഇങ്ങോട്ടിരുന്നോ ഇൻഷാ അല്ലാഹ്. ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരിക്കില്ല, മാറിയിരി. നാസറിനെ ക്യാമറയുടെ ഫ്രണ്ടിലായിരിക്കണം, മാറിക്കും ഇൻഷാ അല്ലാഹ്. പച്ച തൊപ്പി മാത്രമേ കാണത്തുള്ളൂ. കേട്ടില്ലേ? അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. മകളാണെന്ന് തോന്നുന്നു മുട്ടക്കറി വെച്ചേട്ടാ, നല്ല എരിയുണ്ടായിരുന്നു കേട്ടാ. ഇറച്ചിക്കറി, ആ മാഷാ അല്ലാഹ്. എന്തായാലും ചോറും കറിയൊക്കെ വെക്കാൻ പഠിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അല്ലാഹു പൊന്നുമൂക്ക് നല്ല ഭാവി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നല്ല സ്വാലിഹത്തായ ഒരു മകളാക്കി അല്ലാഹു കൊടുക്കുമാറാകട്ടെ. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്തോ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. പടച്ചവൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകനും പ്രവാചകന്റെ ഉമ്മത്തിനും മാത്രം പ്രത്യേകമായ ചില കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള പ്രവാചകന്മാരുടെ വിഷയത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ മറ്റു നബിമാരോട് കരാർ അല്ലാഹു എഴുതി വാങ്ങിയിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. മറ്റുള്ള പ്രവാചകന്മാരുടെ അടുക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ കരാറ് പോലും അല്ലാഹു എഴുതി വാങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുകയാണ്, وَإِذَا أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُم مِّنْ كِتَابٍ وَحِكْمَةٍ ثُمَّ جَاءَكُمْ رَسُولٌ مُصَدِّقٌ لِمَا مَعَكُمْ لَتُؤْمِنُنَّ بِهِ وَلَتَنْصُرَنَّ قال أقررتم وأخذتم على ذلكم مصري. അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരടുക്കിൽ നിന്നെല്ലാം അല്ലാഹു അവിടുന്ന് കരാർ എഴുതി വെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തില് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ നിന്ന് അല്ലാഹു കരാർ എഴുതി വാങ്ങുകയാണ്. എന്തിനായിരുന്നു എന്ന് നമുക്ക് പഠിക്കാം. എന്തിനാണ് അല്ലാഹു കരാർ എഴുതി വാങ്ങിയത്? കാരണം മുത്തുനബി സാധാരണ ഒരു പ്രവാചകനായിരുന്നില്ല. ആ പ്രവാചകന് വല്ലാത്ത ഒരു സ്ഥാനമുണ്ടായിരുന്നു. ആ പ്രവാചകന് വല്ലാത്ത ഒരു ശ്രേഷ്ഠതയുണ്ടായിരുന്നു. ആ പ്രവാചകൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം തന്നെ അല്ലാഹു സൃഷ്ടിക്കില്ലായിരുന്നു. പ്രവാചകൻ തന്നെ ഒരിക്കൽ പറഞ്ഞു, സ്വഹാബാ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനാണ് നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അതുകൊണ്ട് ലോകത്ത് കടന്നു വന്ന ഒരു പ്രവാചകനും ആ പ്രവാചകന്റെ ഉമ്മത്തിനും അല്ലാഹു കൊടുക്കാത്ത ഒരു വലിയ ശ്രേഷ്ഠതയാണ് മുത്തുനബിക്ക് അല്ലാഹു കൊടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? മുഹമ്മദ് നബിയുടെ വിഷയത്തില് അല്ലാഹു മറ്റുള്ള പ്രവാചകന്മാരോട് കരാർ വാങ്ങിയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രണ്ടാമത്തെ ഒരു ശ്രേഷ്ഠത എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് നമ്മുടെ മുത്തുനബിയുടെ മഹത്വം പഠിച്ചോ? രണ്ടാമത്തെ പ്രത്യേകത എന്താ? മുത്തുനബിയുടെ വിളിക്കുത്തരമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളിക്കുണ്ടല്ലോ, അതിനൊരു പ്രത്യേകതയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിന് വല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. ഞാനല്ല പറയുന്നത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ലാ തജ്അലൂ ദുആഅർ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅലാ ഖദ് യഅലമുല്ലാഹു അല്ലദീന യതസല്ലലൂന മിൻകും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുണ്ടല്ലോ, ആ പ്രവാചകന്റെ ദുആ ഉണ്ടല്ലോ, ആ പ്രവാചകന്റെ വിളിയുണ്ടല്ലോ, അത് വല്ലാത്ത ഒരു ശ്രേഷ്ഠതയുള്ളതാണ്, അതിന് വല്ലാത്ത ഒരു മഹത്വമാണ്, അത് വല്ലാത്ത ഒരു പ്രാധാന്യമാണ്. അതിനുത്തരമുണ്ടായിരുന്നു, അതിനുത്തരം അല്ലാഹു കൊടുത്തിരുന്നു. മൂന്നാമതായിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു മുത്തുനബിക്ക് കൊടുത്ത ഒരു ശ്രേഷ്ഠത എന്തെന്നറിയുമോ? അന്ത്യപ്രവാചകനാ. ആ പ്രവാചക പരമ്പരയിൽ അവസാനത്തെ പ്രവാചകൻ അന്ത്യപ്രവാചകനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മുത്തുനബി അവിടെന്ന് പറയുകയാ, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിന്ന റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ അലീമാ. അവസാനത്തെ പ്രവാചകൻ, പിന്നെ ഒരു പ്രവാചകനില്ല. മുത്തുനബിയോടുകൂടി പ്രവാചക പരമ്പര അവസാനിക്കുകയാണ്. അതാണ് അവസാനത്തെ പ്രവാചകനായി അല്ലാഹു തിരഞ്ഞെടുത്ത നബിയാ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോക അവസാനം വരെയുള്ളവർക്ക് പ്രവാചകനായി അല്ലാഹുവിന്റെ റസൂൽ ആരെന്നറിയുമോ? ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന ജനതയ്ക്ക് പ്രവാചകനായി അല്ലാഹു തിരഞ്ഞെടുത്ത നബിയാ. ഇനി നിങ്ങൾക്ക് മനസ്സിലാകണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം മനസ്സിലാകണോ? ഒരു പ്രവാചകൻ ഇന്നും ആകാശത്ത് 2 പ്രവാചകന്മാര് ജീവിച്ചിരിപ്പുണ്ട്. ആകാശത്ത് റബ്ബിന്റെ സ്വർഗത്തില് ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. ആരാ പടച്ചവനെ? ആകാശത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകന് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി എവിടെ ജീവിച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്റെ പേരെന്താ? ഹിദർ നബി ഇങ്ങനെ ഇന്നിവിടെ വന്നിട്ട് പോയി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഹിദർ നബി എവിടെ വന്നിട്ട് പോയി? വെള്ളിയാഴ്ച പള്ളി വരുമെന്നല്ലേ? വെള്ളിയാഴ്ചകളിൽ പള്ളി വരുന്ന സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്റെ പേരെന്താ? ആരാണോ പറയുന്നത് അവർക്കൊരു സമ്മാനമുണ്ട്. പെട്ടെന്ന് പറ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23. സവാളയ്ക്ക് എന്തുവാണേ വില? 25 പേരുണ്ട്. ആർക്കും അറിയത്തില്ല. അപ്പൊ എനിക്ക് തന്നെ സമ്മാനം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരാ? ആദ്യം പോയി പഠിച്ചിട്ട് വാ. ഞാൻ എത്ര പ്രാവശ്യം സുൽഫി നാസ്രനെ പറഞ്ഞു കൊടുത്തേട്ടാ, എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം. എങ്ങനെ സ്വർഗത്തിൽ നിന്ന് പോയെന്ന് വരെ കഥ പറഞ്ഞു തന്നിട്ടില്ലേ?
എങ്ങനെയാണ് ഇദ്രീസ് നബി സ്വർഗത്തിൽ പോയ കഥ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനെയും മനോഹരമായ ഒരു കഥ, അത് ഏത് മനുഷ്യനും മറന്നുപോവാ കഥ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെയാ ഇദ്രീസ് നബി സ്വർഗത്തിൽ കയറിയ? സുബ്ഹാനല്ലാഹ്. ഇദ്രീസ് നബി എങ്ങനെയാ സ്വർഗത്തിൽ കയറിയ? ഇദ്രീസ് നബി അലൈഹിസ്സലാം ഐഡിയപരമായിട്ട്, തന്ത്രം എന്ന് പറഞ്ഞാൽ അതാ, വളരെ പ്ലാനായിട്ടാണ് സ്വർഗത്തിൽ കയറി പോയത് ഇദ്രീസ് നബി. ഇദ്രീസ് നബി അലിഹിസ്സലാമും അസ്റായീൽ അലിഹിസ്സലാമും തമ്മിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും, സന്ദർശനം നടത്തും. അപ്പൊ ഒരിക്കൽ ചോദിച്ചു, ഈ മരണം എങ്ങനാ? ഞാൻ എപ്പോഴാ മരിക്കണമെന്ന് പറയൂ? അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ എനിക്ക് ഈ മരണത്തിന്റെ വേദന എങ്കിലും എന്താണെന്ന് എനിക്കൊന്ന് മരിക്കണം. ഈ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കൊന്ന് അറിയിച്ചു തരുമോ? അത് അള്ളാന്റെ കയ്യിലാണ്. അള്ളാഹുടെ അടുത്ത് ചോദിച്ചു. അള്ളാഹു പറഞ്ഞു, ആഗ്രഹമല്ലേ, സാധിപ്പിച്ചു കൊടുത്തേരാം, മരിപ്പിച്ചിട്ട് ജീവൻ തിരിച്ചു കൊടുക്കാൻ. അങ്ങനെ റൂഹ് പിടിച്ചു, മരിച്ചു ഇദ്രീസ് നബി. തിരിച്ച് ജീവൻ കൊടുത്തു. എങ്ങനുണ്ട്? സുബ്ഹാനല്ലാഹ്. ഇദ്രീസ് നബി പറയാ, പടച്ചോൻ ഇത് എന്താപ്പയില്ലേ? അവിടെ നിന്നും മരിച്ചു, മരണത്തിന്റെ വേദന അറിഞ്ഞു. ഇദ്രീസ് നബി രണ്ടാമത് അസ്റായീലിനോട് ചോദിച്ചു, എനിക്ക് നരകം ഒന്ന് കാണിച്ചു തരുമോ? അള്ളാഹുടെ നരകം കണ്ടു കഴിഞ്ഞാൽ നന്നാവാലോ. അള്ളാഹിനോട് ചോദിച്ചു. അള്ളാഹു അനുവാദം കൊടുത്തു, നരകവും കൊണ്ട് കാണിച്ചു കൊടുത്തു. മുകളിൽ കൂടെ ഇങ്ങനെ, മതി അള്ളാഹ്, പടച്ചോനെ നീ കാണണ്ട. അള്ളാഹ് തിരിച്ചു വന്നു. മൂന്നാമത് ഇദ്രീസ് നബി അസ്റായീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഒരാഗ്രഹം കൂടെ ഉണ്ട്, സ്വർഗം ഒന്ന് കാണിച്ചു തരുമോ? അതും അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹു അനുവാദം കൊടുത്തു. അങ്ങനെ ഇദ്രീസ് നബിയും അസ്റായീൽ അലൈഹിസ്സലാമും കൂടെ സ്വർഗത്തിന്റെ മുന്നിൽ വന്നു. എന്നിട്ട് ഇദ്രീസ് നബിയോട് പറഞ്ഞു, ഈ കാണുന്ന സ്വർഗം കയറിപ്പോയി കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി വാ, എനിക്ക് കയറാൻ അനുവാദമില്ല, എനിക്ക് അകത്തേക്ക് കയറാൻ അത് നീ പോയി കണ്ടിട്ട് പെട്ടെന്ന് വാ. അങ്ങനെ അസ്റായീൽ അലൈഹിസ്സലാം വെളിയിൽ നിന്നു. ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ കയറി ഇങ്ങനെ നടക്കായി. ചങ്ങാതി, സ്വർഗെല്ലാം കണ്ട്, കൊട്ടാരങ്ങളും അരുവികളും പഴങ്ങളും, അല്ലാഹുവേ, ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടക്ക. ഇദ്രീസ് നബി ഇങ്ങനെ കറങ്ങി നടക്കുന്നു, അസ്റായീൽ പുറത്ത് കാത്തു നിൽക്കുന്നു. ഒരുപാട് നേരമായിട്ടും ഈ പ്രവാചകൻ ഇറങ്ങി വരുന്നില്ല. അവസാനം അസ്റായീൽ അലൈഹിസ്സലാം വിളിക്കാൻ തുടങ്ങി, നബിയെ ഇങ്ങോട്ട് ഇറങ്ങി വാ നബിയെ. ഞാൻ വരൂല, ഞാൻ ഇറങ്ങി വരൂല. ഇങ്ങോട്ട് നിങ്ങളല്ലേ പറഞ്ഞ് ഇറങ്ങി, ഇങ്ങോട്ട് വാ നബിയെ, ഞാൻ വരൂല. എത്ര വിളിച്ചാലും ഞാൻ വരൂല. ഇനി അള്ളാഹ് ഇറക്കി വിടണം എന്നെ ഇവിടുന്ന്, ഇനി അള്ളാഹ് ഇറക്കി വിടാ, ഞാൻ ഇറങ്ങി വരൂല. ഇവിടുന്ന് ഖുർആൻ നിങ്ങൾ എടുത്തു നോക്ക്. ഞാൻ തമാശ പറയണ പോലെ എളുപ്പത്തിൽ പറയുന്നു. ഖുർആൻ നിങ്ങൾ എടുത്തു നോക്ക്. ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായീലും തമ്മിൽ വഴക്കായി. അപ്പോഴാ അള്ളാഹു ഒരു മലക്കിനോട് പറഞ്ഞു, പോയിട്ടൊരു മധ്യസ്ഥ പഠിക്കണം. അള്ളാഹിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, എങ്കിലും മധ്യസ്ഥനായിട്ട് അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു. നേരെ അസ്റായീൽ അലൈഹിസ്സലാമിന്റെ അടുക്ക, എന്താപ്പ വിഷയം, എന്താപ്പ ചങ്ങായി ഇങ്ങനെയൊക്കെ പറഞ്ഞ അകത്ത് കയറിയതാണ്, ഇറങ്ങി വരണില്ല. ഒക്കെ അകത്തുപോയി ഇദ്രീസ് നബിയോട് കാര്യങ്ങൾ തിരക്കി. ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി വളരെ പ്ലാനായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹു പറയുന്നുണ്ട്, ലോകത്ത് കടന്നു വന്ന സർവ്വചരാചരങ്ങളും മരണത്തിന്റെ രുചി അനുഭവിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഖുർആൻ പറയുന്നുണ്ട്. മരണത്തിന്റെ വേദന ലോകത്ത് കടന്നു വന്ന എല്ലാവരും അനുഭവിക്കും. ഒരു വട്ടവേ മരിക്കത്തുള്ളൊരു മനുഷ്യൻ. ഒരാൾ ജീവിതത്തിൽ ഒരിക്കലേ മരിക്കൂ. ആ മരണത്തിന്റെ വേദന എന്താണെന്ന് ഞാൻ അറിഞ്ഞു. ഇനി എനിക്ക് വയ്യ. 2, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഓരോ മനുഷ്യനും അവന്റെ കണ്ണുകൊണ്ട് നരകം കാണുന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നരകം കണ്ടു. അള്ളാഹ് പറഞ്ഞല്ലേ നരകം കാണൂ, ഞാൻ കണ്ടു. 3, സ്വർഗത്തിൽ കയറിയ ഒരാൾ അള്ളാഹ് ഇറക്കി വിടത്തില്ല. സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്ന ഒരാൾ അള്ളാഹു ഇറക്കി വിടത്തില്ല. ഇനി അള്ളാഹ് ഇറക്കി വിട്ടാലേ ഞാൻ പോത്തുള്ളൂ. അള്ളാഹു പറഞ്ഞ ചങ്ങാതി അവിടെ വിട്ടേക്കാൻ തന്നെ പറഞ്ഞു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ആ പ്രവാചക അതിനകത്ത് കയറി പറ്റിയത് അവിടെ തന്നെയുണ്ട്. അള്ളാഹു പോയി കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന നബിയാര, ആകാശത്ത് ജീവിച്ചിരിക്കുന്ന നബിയാര, ഈസാ നബി അലൈഹിസ്സലാം. ഈ ഈസാ നബി ഇനി ഒരിക്കൽ തിരിച്ചു വരും. ഈ ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഭൂമിയിലേക്ക് അവസാന കാലഘട്ടം അടുത്തു വരുമ്പോ ഈ ഈസാ നബി വരൂലേ? അവര് പറയണത് ശരിയാ, വരുമെന്ന് അവര് പറയണത് ശരിയാ. ഇഞ്ചിയിൽ ഒരു ബൈബിളൊക്കെ എടുത്തു വെച്ചിട്ട് പറയും ശരിയാ, ഇത് ഈസാ നബി അലൈഹിസ്സലാം വരും. എവിടാ വരണേ?
എവിടെയാണ് വരുന്നത് എന്ന് വരെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഹദീസിൽ കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എവിടെയാണ് വന്നിറങ്ങുന്നത്? ഏത് പള്ളിയുടെ മിനാരത്തിന്റെ മുകളിലാണ് മുത്തുനബി? പായിപ്പാട് പള്ളിയുടെ മിനാരൊക്കെ അതാ പൊക്കി കെട്ടണേ അല്ലേ? ഇൻഷാ അല്ലാഹ് രാജിക്ക പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് താജ്മഹാളിന്റെ മിനാരത്തിന് ഏറ്റവും ഹൈറ്റ് എന്നാണ് ഞാൻ വിചാരിച്ചത്. കുത്തപ്പിനാറൊക്കെയാണ് ഇപ്പൊ എല്ലാം കടത്തി വെട്ടി. ഇനിയിപ്പം ഗിന്നസ് ബുക്കിൽ കയറാൻ വായ്പാട് പള്ളി നല്ല മനോഹരമായ മിനാരം. അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയാണ് വന്നിറങ്ങുന്നത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈസാ നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനായിരുന്നു. അള്ളാഹു ഈസാ നബിക്ക് കൊടുത്ത കിതാബ് ഏതാ? ഇഞ്ചിമുട്ടായോ? ഏത് കിതാബ് കൊടുത്തേ? ഇഞ്ചീൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം കൊടുത്ത പ്രവാചകനായി ഇദ്രീസ് നബി. ഈ ഇദ്രീസ് നബി ഇനി ഇറങ്ങി വരും. അവസാന കാലഘട്ടമ്പോഴാകുമ്പോ ആ ഇദ്രീസ് നബി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. 40 വർഷം ഈ ഭൂമിയിൽ ജീവിക്കും. എത്ര വർഷം? 40 വർഷം. അപ്പൊ ലോകാവസാനം അടുത്തിട്ടില്ല. ലോകാവസാനം എന്റെ പ്രിയപ്പെട്ടവർ 40ഓളം വർഷം എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ വന്ന് ഇസ്ലാമിക ഭരണം നടത്തും. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം 40 വർഷം ഈ രാജ്യത്തേക്ക്, ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ ജീവിക്കുമ്പോൾ ഏത് പ്രവാചകനെയാണ് പിൻപറ്റുന്നത്? അതാ ചോദ്യം. അതാ മനസ്സിലാക്കണ്ടേ. ഒരു പ്രവാചകനാണ്, സ്വന്തം കിതാബുണ്ട്, എന്നിട്ട് പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോ അല്ലാഹുവേ, ഈസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ഇഞ്ചീൽ എന്ന് പറയുന്ന ഗ്രന്ഥമോ അല്ലെങ്കിൽ ആ പ്രവാചകന്റെ ശരീഅത്തോ അല്ല, മറിച്ചോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ നിയമമനുസരിച്ചാണ്, മുത്തുനബിയുടെ ശരീഅത്ത് അനുസരിച്ചാണ് ഈ ഭൂമിയിൽ കഴിയുന്നത്. അവിടുന്ന് 40 വർഷത്തോളം ജീവിക്കുന്നത് നമ്മളൊക്കെ ജീവിക്കുന്നത് പോലെ മുത്തുനബിയുടെ ശരീഅത്ത് അനുസരിച്ചാണ്. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന മസലി വമസലുൽ അൻബിയാഇ മിൻ ഖബ്ലി കമസലി റജുലിൻ ബനാ ബൈതൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇനി ഈസാ നബി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോ എന്റെ ശരീഅത്ത് അനുസരിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ മുത്തുനബിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കൂ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഒരു ഉദാഹരണം പറയുകയാ. അന്ത്യപ്രവാചകനാണെന്ന് വെറുതെ പറഞ്ഞതല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെയും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരുടെയും ഉപമ ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെയും എന്റെ മുൻഗാമികളായ പ്രവാചകന്മാരുടെയും ഉപമ എങ്ങനെന്നറിയോ? ഒരു വീട് പണിതു. എന്നാൽ ആ വീടിനകത്ത് ഒരു കല്ല് മാത്രം വെച്ചിട്ടില്ല. ഒരേ ഒരു കല്ല് മാത്രം വെച്ചിട്ടില്ല. അത് നോക്കണ എല്ലാരും പറയും, ആ ഒരു കല്ലുകൂടെ വെച്ചാൽ ആ വീടിന്റെ പണി പരിപൂർണമായി തീരും. ആ വീടിന്റെ പണി പരിപൂർണമായി തീരും. ആ ഒരു കല്ലുകൂടെ വെച്ചാൽ തീരും. ആ കല്ല് പോലെയാണ് ഞാനാണ് അവസാന പ്രവാചകൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ആ വീട് പണി തീർക്കാൻ വെച്ചിരിക്കണ അവസാനത്തെ കല്ലുണ്ടല്ലോ, ആ കല്ല് അതുപോലെയാണ് എന്റെ ഉപമ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഈ വീടിന്റെ ഭംഗി കൊണ്ടവർ അത്ഭുതപ്പെടുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ ശൃംഖലകൾ അവസാനിക്കുന്നത് എന്നിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, 4ാമത്തെ പ്രത്യേകത എന്താ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ 4ാമത്തെ പ്രത്യേകത എന്തെന്നറിയുമോ? ആദം നബി അലൈഹിസ്സലാം മുതൽ അസ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുണ്ടല്ലോ, ആ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ അനുയായികളും ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ അനുയായികളുടെയും നേതാവ് ഞാനാണ് സഹാബ. ആ
ആദമ സന്തതികളുടെ നേതാവ് ഞാനാ, ആദമിന്റെ മക്കളുടെ നേതാവ് ഞാനാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നബി ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ വഅവ്വലു മൻ യൻസഖു വഅവ്വലു മൻ യൻസഖു അൻഹു ഖബ്രി വഅവ്വലു സാഫിഇൻ വഅവ്വലു മുസഫിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖിയാമത്ത് നാളില് ആദമ സന്തതികളുടെ നേതാവ് ഞാനായിരിക്കും സ്വഹാബ. ആദം മക്കളുടെ, ആദമ സന്തതികളുടെ നേതാവ് ഞാനാ. എന്നിട്ട് പറയുന്നു, ആദ്യമായിട്ട് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത് ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും മണ്ണിനടിയിൽ അടിഞ്ഞു കഴിഞ്ഞു. അല്ലാഹുവല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ആരുമില്ലല്ലോ, അല്ലാഹുവിന് മരണമില്ലല്ലോ. അസ്റായിൽ വരെ മണ്ണിനടിയിലായല്ലോ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, രണ്ടാമതും പടച്ച റബ്ബ് അവിടുന്ന് ജീവൻ കൊടുത്തിട്ട് അവിടുന്ന് ഇസ്രാഫീലിനോട് പറയുന്ന ഊതി ഇസ്രാഫീൽ. അവിടുന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, സൂറന്ന കാകളത്തിൽ ഊതുമ്പോ മദീനയിൽ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തിനബിയുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്ത് നിന്ന് ആദ്യമായിട്ട് എഴുന്നേറ്റ് വരുന്നത് ഞാനാണ് സഹാബ, ഞാനായിരിക്കും സഹാബ. എന്നിട്ടോ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ആദ്യമായിട്ട് ശുപാർശ ചെയ്യാനുള്ള അനുവാദം അല്ല തരുന്നത് എനിക്കാണ് സഹാബ. ആദ്യമായിട്ട് ശുപാർശ ചെയ്യുവാനുള്ള, ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത എനിക്കാണ് റബ്ബ് തരുന്നത്. ഇത് പ്രവാചകന്റെ മഹത്വമാണ്, ഇത് പ്രവാചകന്റെ ശ്രേഷ്ഠതയാണ്. അതുകൊണ്ടാണ് അല്ലാഹു ആദ്യമേ കരാർ എഴുതി വാങ്ങിച്ചത്. ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള സർവ്വ പ്രവാചകന്മാരുടെ കയ്യിൽ നിന്നും അല്ലാഹു കരാർ എഴുതി വച്ചിരിക്കുകയാ. അവസാനത്തെ പ്രവാചകന്റെ കീഴിലാ, അവസാനത്തെ പ്രവാചകന്റെ കീഴിലാ. ഇനിയും നിങ്ങൾക്ക് മനസ്സിലാക്കണോ, ആദം നബി അലൈഹിസ്സലാം അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ, അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാം പടച്ചവനെ അവിടുന്ന് റബ്ബിനോട് പറയുന്നു, നാഥാ എനിക്ക് പുറത്തു തരണേ അല്ലാ, എന്റെ പിഴവുകൾ പൊറുക്കണേ അല്ലാ. അവിടുന്ന് റബ്ബിനോട് പറയുമ്പോ അവസാനം പറയുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് ആദം നബി അലൈഹിസ്സലാം പോലും അള്ളാഹുവിനോട് പറഞ്ഞു, ഉത്തര പടച്ചവനെ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് നീ എനിക്ക് പുറത്തിരണം, എന്നെ രക്ഷപ്പെടുത്തണം. അപ്പൊ ചോദിച്ചു, എനിക്ക് എങ്ങനാന്ന്? അള്ളാഹ് നിന്റെ അർശിന്റെ താഴെ നിന്റെ പേരിന്റെ കൂടെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു പടച്ചവനെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആദം നബി പോലും അന്ന് മുത്തുനബി ജനിച്ചിട്ടുണ്ടോ? ഇല്ല. അതാ മനസ്സിലാക്കണ്ടേ. അതുകൊണ്ടാണ് അള്ളാഹു ആദ്യമേ അവിടെ അടിയും ബഹളമൊന്നും ഇല്ല. ഇപ്പൊ പലണ്ടോ, നാളെ രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോ കാണാം കൂട്ടയടിയുടെ, അധികാരത്തിന് വേണ്ടിയുള്ള കൂട്ടയടിയുടെ വാർത്ത. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എനിക്ക് വേണം കാലുവാരൊന്നും ഇല്ല, എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവിടെ വഴക്കൊന്നുമില്ല. നേരത്തെ എല്ലാം എഴുതി വെച്ചിരിക്കുക. അല്ലാഹ് എല്ലാം നേരത്തെ ഇങ്ങോട്ട് കരാറ് വാങ്ങിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ അന്ത്യപ്രവാചകനാണ് മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 3 പ്രത്യേകതകൾ ഈ ഹദീസിൽ അല്ലാഹ് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരൊറ്റ ഹദീസിൽ 3 പ്രത്യേകത പറഞ്ഞു. ഒന്ന്, ആദം സന്തതികളുടെ നേതാവ് എന്ന് പറഞ്ഞാൽ ലോകത്ത് കടന്നു വന്ന മനുഷ്യ വംശത്തിന്റെ നേതാവാര? മഹാനായ നബിയുനാ റസൂലുള്ളാഹി.
അപ്പൊ മുഹമ്മദ് നബിയുടെ പുറകില ആദം നബിയും ഈസാ നബി വരെയുള്ള പ്രവാചകന്മാർ, എല്ലാവരുടെയും നേതാവ്. അതുകൊണ്ടാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഇമാമത്ത് നിർത്തിയത്. എവിടെ? ബൈത്തുൽ മുഖദ്ദസിൽ ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും രാത്രി സർവ്വ മലക്കുകൾ, സർവ്വ പ്രവാചകന്മാരുടെയും റൂഹുകൾക്ക് ഇമാമു നിന്നു ആര്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി. അവിടെ പോകുമ്പോ കാണാ പള്ളിയൊക്കെ, പ്രവാചകൻ നിസ്കരിച്ച സ്ഥലമൊക്കെ. എന്റെ പ്രിയപ്പെട്ടവരെ, ബൈത്തുൽ മുഖദ്ദസിൽ നമുക്ക് പോകുമ്പോ കാണാം, എല്ലാവർക്കും ഇമാമത്ത് നിൽക്കണമെങ്കിൽ അതിനൊരു യോഗ്യത വേണ്ടേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? അതിനൊരു യോഗ്യത വേണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഈ ഹദീസിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം സർവർക്കുമുള്ള നേതാവ്. 2, എന്റെ പ്രിയപ്പെട്ടവരെ, കബറ് പിളർന്ന് ആദ്യമായി പുറത്തു വരുന്നതാരാ? ചങ്ങായിമാരെ, ആരാടാ? മൊബൈൽ ഞാൻ എറിഞ്ഞു പൊട്ടിക്കും, ഡിസ്പ്ലേ വരെ കത്തിപ്പോകും. അള്ളാഹു കാക്കമാറാകട്ടെ. ആരാ? അങ്ങോട്ട് കയറിയിടാ. വാ, നീ വാ, മരങ്ങി വിളി, എല്ലാം കയറി കസേരെടുത്തോണ്ട് അടുത്ത് വാ. നിങ്ങളെ മുഖം എനിക്ക് കാണണം. വാ, എല്ലാത്തിന്റെ മുടി ഒരു ദിവസം ഞാൻ പിടിക്കുന്നുണ്ട്. വാ, ഇട്ടു വാ, കയറി. അൽഹംദുലില്ലാ. ചങ്ങായി, പള്ളി കൊടി കെട്ടുന്ന പള്ളി കൊടി കെട്ടുന്നില്ലേ? നാളെ കെട്ടും. കൊടി വാങ്ങിച്ചിട്ടുണ്ടോ? എപ്പോഴാ കെട്ടണേ? നാളെ വൈകിട്ട്. എത്ര മണിക്ക്? പറഞ്ഞോളൂ. ഇൻഷാ അല്ലാഹ്. എപ്പോഴാ കൊടി വാങ്ങിച്ചോ? ഇൻഷാ അല്ലാഹ്. എന്തേ എഴുന്നേക്കടങ്ങളെല്ലാം? ചെറുപ്പക്കാരൊക്കെ എഴുന്നേക്കട. ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പള്ളിയിൽ കൊടി കെട്ടൽ, കേട്ടോ? ഈ പള്ളിയുടെ മുൻഭാഗത്ത് മൊത്തവും കൊടി കെട്ടണം. നാളെ എപ്പോഴാ വരുന്ന സമയം? എപ്പോഴാ നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയം? പറയുടെ ചങ്ങായിമാരെ, നാളെ വൈകുന്നേരം എപ്പോഴാ ഫ്രീ? എപ്പോഴാണ്? ഇൻഷാ അല്ലാഹ് അസ്ർ നിസ്കാരം, കേട്ടോ? അസ്ർ നിസ്കാരത്തിന് ഈ പള്ളിയിൽ കൂടണം. എന്നിട്ട് കമ്മിറ്റി ഓഫീസിൽ ഇരിക്കണ ഷാജിക്കാടത്തുനിന്ന് എന്ത് വാങ്ങണം? കൊടി വാങ്ങിച്ചിട്ട് ഈ പള്ളിയുടെ മുൻഭാഗം മുഴുവനും കെട്ടണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കിട്ടുമല്ലേ? നിങ്ങളല്ല, അവര് പറയട്ടെ. കേൾക്കണില്ല? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹുടെ കൂടെ വേറെ ഒന്നും ഇല്ലല്ലോ? മാഷാ അല്ലാഹ് ഇല്ലല്ലോ? ഇൻഷാ അല്ലാഹ് ഇരിക്കുക. അള്ളാഹു അവരെ സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ കബറ് പിളർന്നിട്ട് ആദ്യമായിട്ട് എഴുന്നേറ്റ് വരുന്നതാരാ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരലോകത്ത് ആദ്യമായിട്ട് ശഫാഅത്ത് ചെയ്യുന്നതാരാ? അല്ലാഹ് സ്വർഗം കൊടുക്കാനുള്ള അവകാശം. അതാ ശഫാഅത്ത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ആദ്യമായിട്ട് ശഫാഅത്ത് ചെയ്യാനുള്ള യോഗ്യത, ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത അള്ളാഹു ആദ്യം കൊടുക്കുന്നത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ഈ ഹദീസ് പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, 1 മുതൽ എണ്ണ പഠിക്ക്. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന ശ്രേഷ്ഠത എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു വലിയ ശ്രേഷ്ഠതയാണ് കൊടുത്തത്. ഒന്നാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? പ്രവാചകന്മാരുടെ കയ്യിൽ നിന്ന് മുഹമ്മദ് നബിയുടെ വിഷയത്തിൽ കരാർ അല്ലാഹു എഴുതി വാങ്ങിച്ചിരിക്കുകയാണ്. 2, നബിയുടെ വിളിക്ക് വല്ലാത്ത ഉത്തരമാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദുആയിക്ക് വല്ലാത്ത ഒരു ശ്രേഷ്ഠതയുണ്ടായിരുന്നു. 3, അന്ത്യപ്രവാചകനാണ്, മുത്തുനബിയാണ് അന്ത്യപ്രവാചകൻ. 4, ആദമ സന്തതികളുടെ നേതാവാ. 5-ാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവേ, മുത്തുനബിയുടെ പ്രത്യേകതകൾ എണ്ണി പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് 5 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. പഠിക്കണം സഹോദരാ. നിന്റെ പ്രവാചകന്, നമ്മളുടെ നേതാവിന് അല്ലാഹു കൊടുത്ത പ്രത്യേകത എന്തെന്നറിയുമോ? 5 പ്രത്യേകതകളാണ് അല്ലാഹു കൊടുത്തത്. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഉഅതിയതു 5 ലം യഅതാഹുന്ന അഹദുൻ ഖബ്ലി. ഒരു ജനതയ്ക്കും അല്ലാഹു കൊടുക്കാത്ത 5 പ്രത്യേകത മുത്തുനബിക്കും സമുദായത്തിനും അല്ലാഹു കൊടുത്തെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലോകത്ത് കടന്നു വന്ന ഒരു പ്രവാചകനും പ്രവാചകന്റെ അനുയായികൾക്കും കിട്ടാത്ത 5 മഹത്വം മുത്തുനബിക്കും അവിടുത്തെ ഉമ്മത്തിനും അല്ലാഹു നൽകി. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഏതാണ് ഈ 5 മഹത്വം? എന്താ? അല്ലാഹു നമുക്ക് മാത്രം പ്രത്യേകമായി നൽകിയ ആ 5 കാര്യങ്ങൾ എന്താ? ഒന്ന്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഒന്നാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? നുസിറതു ബിർറുബി മസീറത സഹർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഒന്നാമത്തെ ശ്രേഷ്ഠത, അല്ലാഹു കൊടുത്ത ഒന്നാമത്തെ ശ്രേഷ്ഠത, 1 മാസത്തെ വഴിദൂരം അല്ലാഹു ഭയം കൊണ്ട് ശത്രുവിന്റെ മനസ്സിനെ അല്ലാഹു സഹായിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രവാചകൻ ഒരു നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഹൃദയത്തിൽ അല്ലാഹു പേടി കൊടുത്തിരിക്കും. അങ്ങനെ 1 മാസം മുമ്പേ പേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ അവർക്ക് പേടിയാ, അവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേടിയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വാളുണ്ടായിട്ടോ അധികാരം ഉണ്ടായിട്ടോ ആൾബലം കൂടിയിട്ടോ ഒന്നുമല്ല. ഇന്നും എത്ര വലിയ ആളാണെങ്കിലും ശത്രുവാണെങ്കിലും നമ്മൾ നേരെ അങ്ങോട്ട് ഒരുമിച്ച് നിന്നിട്ട് കുലൂത്ത കുബീർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരൊറ്റ വിളി വിളിച്ചാൽ പതറിപ്പോകും പലരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലേ? എത്ര ആൾ അടിക്കാൻ കൂടിയാലും നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ആ തക്ബീർ അങ്ങോട്ട് വിളിച്ചാ മുട്ടിടിക്കും. അപ്പൊ അവര് പറയണ വേറൊരു മറുപടിയാ, ഇളവിയടാ രക്ഷപ്പെട്ടോളാൻ. എന്താ പറയാ, അമ്മർക്ക് ഇളവി എന്ന് രക്ഷപ്പെട്ടോളാൻ. അതാ ഒരു ഭയം. ഒന്നും വേണ്ട, അതാ ഈ താടിയും തലപ്പയും കാണുമ്പോ പേടിച്ചു പോണേമാര്. നമ്മളാ തക്ബീർ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുലൂ തക്ബീർ അല്ലാഹു അക്ബർ ഒറ്റ വിളി വിളിച്ചാൽ മതി, പതറിപ്പോകുന്നത് കൊണ്ടാ. മുത്തുനബി ഒരു നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ പോകുന്നതിന് മുമ്പേ അവിടെ ഉള്ളവന്മാരുടെ കൈകാല് വിറയ്ക്കും. അല്ലാഹു അവരുടെ ഹൃദയത്തിൽ പേടി കൊടുക്കുമായിരുന്നു. അത് അല്ലാഹു ഈ ഉമ്മത്തിന് നൽകിയ വലിയൊരു ഭാഗ്യവാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ നമുക്കത് തിരിയണില്ല, അതാ മനസ്സിലാക്കണ്ടേ. നമുക്കത് തിരിയണില്ല. കാരണം എന്തേ? നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ ഇറങ്ങാത്തത് കൊണ്ട്. അല്ലാഹ് ഇറങ്ങിയെങ്കിൽ, അള്ളാഹുവിന്റെ ദീൻ ഇറങ്ങിയിരുന്നെങ്കിൽ, ഈമാൻ ഉറച്ചിരുന്നെങ്കിൽ നമുക്ക് യാതൊരു പേടിയുമില്ല. ആരെയും തല്ലണോ, കൊല്ലണോ, വെട്ടണോ, കരിക്കണോ, പൊരിക്കണോ, വറുക്കണോ, ചുടണോ, കുഴിച്ചിടണമെങ്കിൽ കുഴിച്ചിട്, കരിക്കണമെങ്കിൽ കരിക്ക്, പൊരിക്കണമെങ്കിൽ പൊരിക്ക്, ഒരു കാര്യമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പേടിയാ, ഇതൊക്കെ പറയാനല്ലേ പറ്റൂ. വഅദ് പറയാം, മൈക്ക് കിട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ മറിക്കും പൊളിക്കും വറക്കും എന്നൊക്കെ പറയും. പക്ഷെ പേടിയാ സഹോദര. അത് നമ്മൾ ആയുധവും ആരോഗ്യം കണ്ടിട്ടല്ല, അത് അല്ലാഹ് അവരുടെ ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്നതാ. അത് ഈ ഉമ്മത്തിന് മുത്തുനബിക്ക് മാത്രമല്ല, ഈ സമുദായത്തിന് അല്ലാഹു നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, 1 മാസത്തെ വഴിദൂരത്തെ ഭയം കൊണ്ട് അല്ലാഹു ശത്രുവിന്റെ മനസ്സിൽ ഭയപ്പെടുത്തി സഹായിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത് ഈ ഉമ്മത്തിനും മുത്തുനബിക്കും അല്ലാഹു കൊടുത്ത 5 ഭാഗ്യത്തിൽ ഒന്ന്. രണ്ടാമത്തതെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, وجعلت للأرض مسجدا وطهورا فأيما رجل من أمتي أدركته الصلاة فليصلي. എനിക്കും നിങ്ങൾക്കും അതിന്റെ വിലയറിയുന്നില്ല, ഈ ഉമ്മത്തിന്റെ വില നമുക്കറിയുന്നില്ല, നമുക്ക് അല്ലാഹു ചെയ്ത നിഅമത്ത് നമുക്കറിയുന്നില്ല. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്കോ ആ പ്രവാചകന്മാരുടെ അനുയായികൾക്കോ അല്ലാഹു കൊടുക്കാത്ത രണ്ടാമത്തെ മഹത്വം എന്തെന്നറിയുമോ? ഈ ഭൂമി അല്ലാഹു നമസ്കരിക്കാനുള്ള പള്ളിയാക്കി കൊടുത്തെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ അനുയായികൾക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി ചെയ്താൽ മാത്രമേ അല്ലാഹു സ്വീകരിക്കൂ.
എവിടെ? മുൻകടിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് പള്ളി പോലെ ആയിരിക്കാം, അല്ലാഹു അല്ല, നമുക്കറിയില്ല. ഒരു സ്ഥലമുണ്ട്, അവിടെ പോയാൽ മാത്രമേ അവർക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റൂ. നമുക്കോ ഈ ഭൂമിയിൽ ശുദ്ധിയുള്ള എവിടെ വേണമെങ്കിലും നിന്നിട്ട് നിസ്കരിക്കാം. ഈ ഭൂമിയെ തന്നെ അള്ളാഹു നമുക്ക് വേണ്ടി നിസ്കരിക്കാനുള്ള പള്ളിയാക്കി അള്ളാഹു ഈ ഭൂമിയെ തന്നെ നമുക്ക് ശുദ്ധമാക്കി നൽകി എന്ന് നബിയിന റസൂലുള്ളാഹി. എവിടെ വേണമെങ്കിലും നിന്ന് നിസ്കരിക്കാം. നിസ്കരിച്ചൂടെ? അത് അല്ലാഹ് നമുക്ക് ചെയ്ത ഒരു നിഅമത്താ, അത് അല്ലാഹു ഈ ഉമ്മത്തിന് ചെയ്ത വലിയൊരു അനുഗ്രഹമാ. നമ്മൾ മനസ്സിലാക്കണില്ല എന്നുള്ളൂ. നമ്മളത് മനസ്സിലാക്കണില്ല. അള്ളാഹു നമുക്ക് നൽകിയൊരു വലിയ ഭാഗ്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമിയിലെ സർവ്വതും എനിക്ക് സാഷ്ടാംഗം ചെയ്യാനുള്ളതാണ്. അള്ളാഹു ഈ ഭൂമി മുഴുവനും നമുക്ക് വേണ്ടി ശുദ്ധമാക്കി തന്നിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, അള്ളാഹു അംഗീകരിച്ചു തന്ന ഏറ്റവും എന്റെ അനുയായികളുണ്ടല്ലോ, ഏതെങ്കിലും ഒരാൾക്ക് നമസ്കാര സമയമെത്തിയാൽ പള്ളിയും വെള്ളമില്ലെങ്കിലും അവിടെ വെച്ച് അവൻ എനിക്ക് നമസ്കരിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ അല്ലാഹ് നൽകിയ: ഒന്ന്, ഭൂമിയിൽ എവിടെ വേണമെങ്കിലും നിന്ന് നിസ്കരിക്കാം. രണ്ട്, പൊതുവെടുക്കാൻ വെള്ളമില്ലെങ്കിൽ പറയാതെ എന്ത് ചെയ്യാം? മണ്ണും അള്ളാഹു ശുദ്ധമാക്കി നൽകി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മണ്ണ് ഒതുവെടുക്കാൻ വെള്ളമില്ലെങ്കിൽ മണ്ണിൽ തയമം ചെയ്തിട്ട് നിസ്കരിക്കാം. അത് അല്ലാഹ് ചെയ്ത ഒരു അനുഗ്രഹമായി ഉമ്മത്തിന്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മൂന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, المغانم ولم تحل لأحد قبلي. മുൻകാല പ്രവാചകന്മാർക്ക് അനുവാദം കിട്ടാതെ ഗനീമത്ത് സ്വത്ത് എനിക്ക് അല്ലാഹു അനുവദനീയമാക്കി. മുൻകടിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് ഗനീമത്ത് സ്വത്ത്, യുദ്ധം കഴിഞ്ഞ് അവരുപേക്ഷിച്ചു പോകുന്ന അവിടെ നിന്ന് കിട്ടുന്ന സമ്പത്ത്, അത് അവർക്ക് അനുവദനീയമായിരുന്നില്ല. പക്ഷെ ആർക്ക് അനുവദനീയമാക്കി? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകന്റെ ഉമ്മത്തിന് അവിടെ നിന്ന് അല്ലാഹു അനുവദനീയമാക്കി കൊടുത്തു. അപ്പൊ അല്ലാഹു ഈ ഉമ്മത്തിന് നൽകിയ മൂന്നാമത്തെ ഭാഗ്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ടങ്ങനല്ല. യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിൽ നിന്ന് അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ആയുധങ്ങളും സ്വർണങ്ങളും സർവ്വതും ആകാശത്ത് നിന്നൊരു തീ വന്നെടുത്തിട്ട് അങ്ങ് പോകും. അങ്ങനെ ആയിരുന്നു അന്ന്. ആകാശത്ത് നിന്നൊരു തീ വന്നെടുത്തിട്ട് അങ്ങനെ അങ്ങ് കൊണ്ടുപോകും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിനും അള്ളാഹു എടുത്തോ, നിനക്കുള്ളത് നീ പവുത്തി ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കും. ആവശ്യത്തിന് ഗനീമത്ത് സ്വത്തെടുക്കാനുള്ള അവകാശം അള്ളാഹു ഈ ഉമ്മത്തിന് നൽകി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 4, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമത്തെ കാര്യമെന്താ? അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഉതിയതു ശഫാഅതി, ശഫാഅത്ത് ശുപാർശ എനിക്ക് അല്ലാഹു അനുവദിച്ചു തന്നു. അല്ലാഹു ഇപ്പോഴേ കൊടുത്തിരിക്കുകയാണ്. ശഫാഅത്ത് ചെയ്യാനുള്ള അർഹതയുണ്ടല്ലോ, അല്ലാഹു ഇപ്പൊ തന്നെ കൊടുത്തിരിക്കുകയാണ്. അന്നബി ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം لكل نبي دعوة مستجابة يدعو بها فليستجاب له فيؤتاها وإني اختبأت دعوتي شفاعة لأمتي يوم القيامة. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു തരികയാ, പഠിക്കണം ചെറുപ്പക്കാരാ, മുത്തുനബിയുടെ ശ്രേഷ്ഠത പഠിക്കൂ. നിന്റെ നേതാവ് ആരെന്നറിയുമോ? നിന്റെ നേതാവിനെ അള്ളാഹു ആദരിച്ചത് എങ്ങനെയെന്നറിയുമോ? നിന്റെ നേതാവിന്റെ അനുയായിയായ നിനക്ക് റബ്ബ് തരുന്ന മഹത്വം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ അവിടെ പറയുകയാണ്, ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാർക്കും അള്ളാഹു പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാർക്കും അള്ളാഹു ഒരു വരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോദിച്ച ഉത്തരം കിട്ടുന്ന ഒരു ദുആ ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടും. അങ്ങനെ ഒരു ദുആ ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.
3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാർക്കും ഒരു ദുആ, അതാ മനസ്സിലാക്കേണ്ടത്. ആ ദുആയ്ക്ക് ഉത്തരമുണ്ട് ചോദിച്ച ആദം നബി അലൈഹിസ്സലാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ അത് ഉപയോഗപ്പെടുത്തി. ആദം നബി സ്വർഗത്തിൽ നിന്ന് പഴം കഴിച്ചതിന്റെ പേരിൽ ആ ദുആ ഇവിടെ വെച്ച് തന്നെ ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. നൂഹ് നബി ചെയ്തു, മുസാ നബി ചെയ്തു, ഇബ്രാഹിം നബി ചെയ്തു. ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാരും ആ വരം ഇവിടെ വെച്ച് ഉപയോഗിച്ചു. എന്നാൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, എന്നിട്ട് നോക്ക്, മഹാനായ നബിയന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ദുആ എനിക്ക് ദുനിയാവിൽ വെച്ച് വേണ്ട, ആ ഒരു പ്രാർത്ഥന എനിക്ക് ദുനിയാവിൽ വെച്ച് വേണ്ട. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അതാ പറയുന്നു, ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലിഉമ്മതി യൗമൽ ഖിയാമ. ആ ഒരു വരം നാളെ ആഖിറത്തിൽ എന്റെ ഉമ്മത്തിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് നബിയന റസൂലുള്ളാഹി. എനിക്ക് നിങ്ങൾക്കും വേണ്ടി അള്ളാഹു പറഞ്ഞു, നബിയെ എല്ലാ നബിമാരോടും പറഞ്ഞു, ഒരു ദുആയ്ക്ക് ഞാൻ ഉത്തരം തരും, ചോദിച്ചാൽ മതി, ഞാൻ തരും. ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ താമസിക്കും. അതങ്ങനെ നമുക്കുണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ജീവിതത്തിൽ ഒരു വരം തന്നിട്ടുണ്ട്. എന്തു ചോദിച്ചാലും അള്ളാഹു തരുന്ന ഒരേ ഒരു അവസരം അള്ളാഹു ഉപയോഗപ്പെടുത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. എപ്പോഴാ പറഞ്ഞുതരാൻ പറ്റുമോ? പറഞ്ഞുതരാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന സമയം അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു അവന് കൊടുക്കുമെന്ന് നബിയന റസൂലുള്ളാഹി. അള്ളാന്റെ പരിശുദ്ധമായ കഅബ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുമ്പോൾ, ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണുമ്പോൾ അള്ളാഹ് സ്വർഗം വേണോ, അള്ളാഹ് കിട്ടും. അള്ളാഹുവിനോട് ആര് ചോദിക്കുന്നുണ്ടോ അവൻ അള്ളാഹു ഉത്തരം കൊടുക്കുമെന്ന് നബിയന റസൂലുള്ളാഹി. നമ്മുടെയൊക്കെ അവസരം കഴിഞ്ഞുപോയി. അള്ളാഹു ഇനിയും പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഇനിയും പോകാൻ. ഇന്നും ആരോ ചോദിച്ചൊരാൾ, നമ്മുടെ ഒരു കാക്ക അന്ന് ചോദിച്ചു, ഉസ്താദേ ഉംറയ്ക്കൊക്കെ പോകണം, അൽഹംദുലില്ലാ എപ്പോഴാണോ വിസ കൊടുത്ത് തുടങ്ങുന്നത് പോകണം, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അന്ന് ലീവ് തരണം കേട്ടോ, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാ ഒക്കെ പോണോപ്പാ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദുആ അവിടേക്ക് മാറ്റിവെച്ചു, എനിക്കും നിങ്ങൾക്കും വേണ്ടി. അതിവിടെ വെച്ച് ഉപയോഗപ്പെടുത്തിയില്ല. എല്ലാ പ്രവാചകന്മാരും ഭൂമിയിൽ വെച്ചത് ഉപയോഗപ്പെടുത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ആഖിറത്തിലേക്ക് മാറ്റിവെച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രാർത്ഥന ഞാൻ എന്റെ ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. വകാന നബിയ്യുൻ യുബഅസു ഇലാ ഖൗമിഹി ഖാസാ വബുഇസ്തു ഇലന്നാസി അമാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, എല്ലാവരും ആ ദുആ അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ആദം നബി അതാ സ്വർഗത്തിൽ നിന്ന് പഴം കഴിച്ചതിന്റെ പേരിൽ അള്ളാഹുവേ എനിക്ക് നീ പൊറുക്കണേ അല്ലാ. അവിടെ നിന്ന് ആ ദുആയ്ക്ക് ഉത്തരമുണ്ടല്ലോ, അത് ഭൂമിയിൽ വെച്ച് ആദം നബി അവിടെ നിന്ന് ഉപയോഗപ്പെടുത്തുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ചോദിച്ചു പോയി. അതിന്റെ പേരിൽ അതിവിടെ വെച്ച് ഉപയോഗപ്പെടുത്തി. മൂസാ നബിയും ഉപയോഗപ്പെടുത്തി, ഇബ്രാഹിം നബിയും ഉപയോഗപ്പെടുത്തി. ഓരോ പ്രവാചകന്മാരും അവരവരുടെ ദുആകൾ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വെച്ച് തന്നെ പ്രയോജനപ്പെടുത്തിയപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, വേണ്ട അല്ലാ, എനിക്ക് ഈ
ദുനിയാവിൽ വെച്ച് എന്റെ കാര്യത്തിന് വേണ്ടിയല്ല, ഇഖ്തറതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി, എന്റെ ജനതയ്ക്ക് വേണ്ടി, എന്റെ സമുദായത്തിന് വേണ്ടി, എന്റെ ഉമ്മത്തിന് വേണ്ടി, എന്നെ കണ്ടിട്ടില്ലാതെ എന്നെ കാണാതെ സ്നേഹിക്കുന്ന എന്റെ സമുദായമുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ മാറ്റിവച്ചിരിക്കുന്നു അല്ലാ. അത്ര സ്നേഹമാ മുത്തുനബിക്ക് നമ്മളോട്, അത്ര സ്നേഹമായിരുന്നു സഹോദരാ. നമ്മുടെ സ്നേഹമെന്തെന്നറിയുമോ? മുത്തുനബിയുടെ പേര് കേട്ടാ സ്വലാത്ത് പറയാൻ മടിയാ, മൗലിദ് ഓതുന്നത് കേട്ടാ ഓതാ സമയമില്ല, ഇരിക്കാ സമയമില്ല, ഇല്ലെന്ന് പറയാൻ കള്ളമാണെന്നും അത് മോശമാണെന്ന് പറയുന്നവരുടെ കൂടെ കൂടാറ്, അത് ഓതുന്നവനെ പോലും കളിയാക്കാറ്, അത് ഓതുന്നവനെ പോലും കാഫിറാക്കാറ് ഇന്നത്തെ തലമുറ തയ്യാറാകുമ്പോ എങ്ങനാ മോനെ രക്ഷപ്പെടുന്നതെങ്ങനാ? അല്ലാഹുവേ കാക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്നത് മാറ്റിവെച്ചിരിക്കുകയാണ്. എല്ലാ സമൂഹത്തിലേക്കുമുള്ള പ്രവാചകനാ, അവസാന സമുദായത്തിന്റെ മാത്രം പ്രവാചകനല്ല, ഈ ഉമ്മത്തിന്റെ മാത്രം പ്രവാചകനല്ല, ലോകത്ത് കടന്നു വന്ന എല്ലാ സമൂഹത്തിലേക്കുമുള്ള പ്രവാചകനാ. നബിമാരും അവരുടെ ജനതയിൽ മാത്രം മുമ്പ് നിയോഗിച്ചിട്ടുള്ളവരുമായ സർവർക്കും പ്രവാചകനായിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ അവിടുന്ന് നയിച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഖിയാമത്ത് നാൾ വരെയുള്ള വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അവിടുന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾക്കറിയുമോ? ഈ ലോകത്ത് കടന്നു വന്ന സർവർക്കും പ്രവാചകനായിട്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു നിയോഗിച്ചിരിക്കുന്നത്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ലോകത്തുള്ള സർവർക്കും നേതാവായിട്ട്, ലോകത്തുള്ള സർവർക്കും അനുഗ്രഹമായിട്ട്, അവർക്കൊരു ദൃഷ്ടാന്തമായിട്ട്, അവർക്കൊരു താക്കി അവിടെ നിന്നൊരു പറഞ്ഞു കൊടുക്കുന്ന മനുഷ്യനാക്കി, ഒരു നേതാവാക്കി അല്ലാഹു നിയോഗിച്ചിരിക്കുകയാ. കുല്യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീആ. ഇതല്ല പറഞ്ഞതാണ്, അല്ലാഹുവാണ് പറയുന്നത്. യാ അയ്യുഹന്നാസ് ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീആ. ലോകത്തുള്ള സർവർക്കും നേതാവായിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ പടച്ചവൻ നിയോഗിച്ചതെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മനുഷ്യനു മാത്രമല്ല ജിന്നുകൾക്കുമുള്ള പ്രവാചകനാ. അല്ലാഹുവിന്റെ റസൂൽ മനുഷ്യരുടെ മാത്രം പ്രവാചകനായിരുന്നില്ല, ജിന്നുകളുടെയും നേതാവായിരുന്നു, ജിന്നുകളുടെയും പ്രവാചകനായിരുന്നു. ഞാനല്ല പറയുന്നത്, അല്ലാഹുവാണ് പറയുന്നത്. ഖുല്ലൂഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന് ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി.
يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ജിന്നുകളുടെയും പ്രവാചകനാണ്, ജിന്നുകളുടെയും പ്രവാചകനാണ്. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പഠിപ്പിക്കുകയാ. അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയ ലോകത്ത് കടന്നു വന്ന ഒരാൾക്കും കൊടുക്കാത്ത, ഒരു പ്രവാചകനും ഒരു പ്രവാചകന്റെ സമുദായത്തിനും കൊടുക്കാത്ത 5 അനുഗ്രഹങ്ങൾ മുത്തുനബി അവിടെന്ന് എണ്ണി പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അള്ളാഹുവിന്റെ റസൂല് ലോകത്ത് കടന്നു വന്നവർക്ക് മുഴുവനും പ്രവാചകനാണ്, ജിന്നുകൾക്കും പ്രവാചകനാണ്. ഇനി 7ാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒരു പ്രത്യേകത കൂടെ കേട്ടോ. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേകത അറിയണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അൻ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫുള്ളിൽനാ അലന്നാസി ബിസലാസതി ജുഇലത് സുഫൂഫുനാ കസുഫൂഫിൽ മലായിക وجعلت لنا الأرض كلها مسجدا وجعلت تربتها لنا طهورا إذا لم نجد الماء. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. 3 കാര്യങ്ങൾ കൊണ്ട് മറ്റു മനുഷ്യരെക്കാൾ നമുക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകിയിരിക്കുന്ന സഹാബ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, 3 ശ്രേഷ്ഠതയാണ്. 3 കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാണ്. അള്ളാഹു നമ്മളെ ശ്രേഷ്ഠതപ്പെടുത്തിയിരിക്കുകയാണ്, അള്ളാഹു നമ്മളെ ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? ഏതാണ് നബിയേ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആ 3 അനുഗ്രഹം എന്താണ് നബിയേ? റസൂലുള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, മറ്റൊരാൾക്കും അള്ളാഹു കൊടുക്കാത്ത 1ാമത്തെ കാര്യം എന്തെന്നറിയുമോ? നമസ്കാരത്തിൽ അള്ളാഹുവേ നമ്മൾ അണിനിരന്ന് നിൽക്കുമല്ലോ, നിസ്കരിക്കുന്ന സമയത്ത് സഫ് കെട്ടി നിൽക്കുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹം, നമ്മൾ മലക്കുകളുടെ അണികളെ പോലെയാണ് എന്ന് നബിയിന റസൂലുള്ളാഹി. നിസ്കരിക്കുമ്പോ സുഫൂഫക്കും റഹ്മക്കുമുള്ള സഫുകൾ അടുത്തടുത്ത് നിൽക്ക്. കാരണം അകന്ന് നിൽക്കാൻ പാടില്ല. കാരണം പറഞ്ഞങ്ങാതി നിസ്കരിക്കുമ്പോ അകന്നകന്ന് നിൽക്കരുത്. കാരണം ഇടയ്ക്ക് ആര് കയറും? ഇബ്ലീസ് കയറും. അപ്പൊ അതുകൊണ്ട് അടുത്തടുത്ത് നിൽക്കും, മലക്കുകളുടെ സഫുകൾ പോലെ, മലക്കുകളെ പോലെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് നൽകിയ ഒരു ഭാഗ്യം. മലക്കുകളുടെ നമസ്കാരത്തിലെ സഫുകൾ മലക്കുകളുടെ സഫ് പോലെയാണ് എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. നിസ്കരിക്കുന്ന സമയത്ത് അടുത്തടുത്ത് നിൽക്കണം. നമ്മൾ അകന്നകന്ന് നിൽക്കും, ബംഗാളികൾ അടുത്തടുത്ത് നിൽക്കും. അതുകൊണ്ട് അവർക്കൊരു കുഴപ്പമില്ല, നമുക്കാണ് കുഴപ്പം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവർക്ക് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഒരു കുഴപ്പമില്ല, മാസ്കും ഇല്ല. അവരിപ്പോ ടീമാണ് കേട്ടാ, മനസ്സിലാക്കേണ്ടത്. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് അവര് സെറ്റായിട്ടൊരു ടീമായിട്ട് അങ്ങ് നിൽക്കുക. ഇടയിൽ വേറെ മലയാളി കയറ്റുന്നില്ല. ഇടയ്ക്ക് കാരണം എന്ത്? അവനാകുമ്പോ അകന്ന് നിൽക്കും. നിങ്ങൾ നോക്കി, 1ാമത്തെ സഫില് ഈ സൈഡ് കഴിഞ്ഞാൽ അവര് മാത്രമേ ഉള്ളൂ. ഇടയിൽ വേറെ ഒന്നിനെ കയറ്റത്തില്ല. 1ാമത്തെ സഫ് അവർക്കുള്ളതായി മാറി. അൽഹംദുലില്ലാഹ്. 1ാമത്തെ സഫ് ഞാൻ നോക്കി, ഒരാളെ പോലും ഇടയ്ക്ക് കയറ്റുന്നില്ല. കാരണം എന്തേ? അവർക്ക് മാസ്കും ഇല്ല, അവരെല്ലാം അടുത്തടുത്ത് നിൽക്കുന്നു. അൽഹംദുലില്ലാഹ്, അവർക്കൊരു കുഴപ്പമില്ല. നമ്മളോ ഇങ്ങനെ 6 അടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിൽക്കണം. സത്യത്തിൽ ഇങ്ങനെ നിന്നിട്ട് അളക്കണം, എന്നിട്ട് വേണം നിൽക്കാൻ. ഞാൻ ഈ അടുത്തൊരു പള്ളിയിൽ പോയപ്പോഴത്തേക്ക് ഒരാൾ അകന്നിരിക്കുക, അവന്റെ കഴുത്തി പിടിച്ച് വലിച്ചിങ്ങോട്ട് നീങ്ങി നിൽക്കാടാ, ശൈത്താനെ കയറ്റി നിർത്തുന്നു ഇടയിലെന്ന്. പള്ളി ഞാൻ പറയണില്ല.
ഇടത്തിയാര് പള്ളിയിൽ പോയപ്പോ കണ്ടപ്പോ അല്ല ആരാലോചിച്ച പ്രസരിപ്പോ എന്താ ചെയ്യാ? ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോ ഒരുത്തൻ വന്ന് അവന്റെ കോളറി പിടിച്ചിട്ട് ഇങ്ങോട്ട് ഷെയ്ത്താനെ കയറ്റി നിർത്തുക പറഞ്ഞ് പിടിച്ചടുത്ത് നിർത്താം. ഞാൻ പതക്കം കൊണ്ട് മാറി നിന്ന് പഠിച്ചാൽ, കാരണം ഇതാവസ്ഥ. കാരണം വേറൊന്നുമല്ല, അതവരുടെ ഈമാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അജ്മീർ പോയപ്പോ ഈ കൊറോണ അവിടെ എവിടെങ്കിലും കണ്ടോ? കണ്ടോ മെമ്പറെ? മെമ്പർ മാസ്ക് വിട്ട് നടക്കുക, എല്ലാരും മെമ്പറെ നോക്കുക. മാസ്ക് വിട്ടിട്ട് ഇവര് നടക്കുന്നതാണെന്ന് ഇവരെല്ലാരും ഇങ്ങനെ നോക്കുക. ഇവർക്ക് എന്തോ ഉണ്ടെന്ന് അവര് വിചാരിക്കണേ. താജ്മഹലിൽ പോയപ്പോ കൊറോണ ഉണ്ടോ? രാജസ്ഥാനിലുണ്ടോ? കൊറോണ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ചത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ലാഹു അഅലം. എവിടെയുള്ളൂ? നമ്മുടെ മനസ്സിൽ മാത്രമേ ഉള്ളത്. ഇപ്പൊ കൊറോണ ഇല്ല എന്ന് പറഞ്ഞ് നാളെ മുതൽ മാർക്കറ്റിൽ കൂടെ നടാം. പോലീസ് നോക്കിയിട്ട് പെറ്റിയടിച്ച് തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉണ്ടതൊക്കെ അള്ളാഹു നമുക്കൊക്കെ എപ്പോഴേ പോയിട്ടുണ്ടാവും അല്ലേ? എപ്പോഴേ വന്നു പോയിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മുടെ പള്ളിയിൽ ഇതുവരെ അൽഹംദുലില്ലാ ഇല്ലേ? അടച്ചിട്ടോ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇതൊക്കെ ഉള്ളു മനുഷ്യ ഈ നാട്ടിൽ നടക്കണ. ഇതൊക്കെ ബുറുദ തുടങ്ങിയില്ലേ? അൽഹംദുലില്ലാ ബുറുദ തുടങ്ങിയില്ലേ? എന്തേ വരാത്തത്? നിങ്ങൾ പറ, ഞാൻ പറയും. നമ്മുടെ പള്ളിയിൽ വെള്ളിയാഴ്ച രാവിലെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് നടക്കുന്ന ഒരു ബുറുദയുണ്ടല്ലോ, അൽഹംദുലില്ലാ, അതാ നമ്മുടെ നാടിന്റെ രക്ഷ. അതാണ് നമ്മുടെ നാടിന്റെ രക്ഷ. ഇതൊക്കെയാണ് വിപത്തുകൾ. ഇങ്ങനെയുള്ള വൈറസ് രോഗങ്ങൾ, മാരകങ്ങൾ, പടരുന്ന രോഗങ്ങൾ, അതിൽ നിന്നൊക്കെ പണ്ടത്തെ തലമുറ, നമ്മുടെ മുൻഗാമികൾ ഇതായിരുന്നു ഒരു പരിചയമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെയുള്ള മൗലിദും മങ്കൂസ് മൗലിദും അതുപോലെ തന്നെ ബദർ മൗലിദും മുഹിയുദ്ദീൻ മാലയും റാത്തീബും കുത്തുബിയത്തും ഇതൊക്കെയായിരുന്നു അവരൊക്കെ അൽഹംദുലില്ലാ സേഫ്റ്റിക്കായി ഉപയോഗിച്ചിരുന്ന കാര്യം. നമ്മളോ ഇതൊന്നും ഇല്ല എന്നാ നമ്മൾ പറയണേ. ഇതൊക്കെ തെറ്റാ, പാവ നമ്മൾ പറയാൻ തുടങ്ങിയപ്പോ വവ്വാലിയിൽ നിന്ന് വരെ രോഗം വന്നു തുടങ്ങി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു അൽഹംദുലില്ലാ കമ്മിറ്റി മാറുകയോ മാറാതിരിക്കോ ഇതൊക്കെ ഇവിടെ നിലനിർത്തണം ഇൻഷാ അല്ലാഹ്. ഇല്ലെങ്കിൽ ഖബറിൽ പോലും കിടക്കാൻ പറ്റൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ഞാൻ പറഞ്ഞു വന്നേ? സഫുകളൊക്കെ അടുത്തടുത്ത് നിൽക്കുക. അൽഹംദുലില്ലാ മലക്കുകളുടെ സഫുകൾ പോലെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ഈ ഭൂമി മുഴുവനും നമുക്ക് ശുദ്ധമാക്കി നിസ്കരിക്കാനുള്ളതാക്കി തന്നു. മണ്ണ് ശുദ്ധമാക്കി തന്നു. ഉളുവെടുക്കാനില്ലെങ്കിൽ, വെള്ളമില്ലെങ്കിൽ ഒന്നുവെടുക്കാൻ മണ്ണിന് അള്ളാഹു നമുക്ക് ശുദ്ധമാക്കി തന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, മുത്തുനബിക്ക് അള്ളാഹു നൽകിയ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, കാരുണ്യത്തിന്റെ പ്രവാചകന്. മുത്തുനബിയുടെ പേരെങ്ങനെയല്ലേ? പലരും പ്രഭാഷണത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്, കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന് പറയുമ്പോ അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖീല യാ റസൂലല്ലാഹ് ഉദ്ഉ അലൽ മുശ്രികീൻ ഖാല ഇന്നി ലം ഉബ്ഇസ ലഅനാ വഇന്നമാ ബുഇസ്തു റഹ്മതീ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പ്രവാചകനോട്, അള്ളാഹുവിന്റെ റസൂലിനോട് മുശ്രിക്കീങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുവാൻ അവിടെന്ന് പറയുകയാ. പീഡനങ്ങളെ സഹിക്കാതെ വന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സമുദായത്തിന് മുസ്ലിമീങ്ങള് വല്ലാതെ പീഡിപ്പിക്കുകയാണ്. വളരെ ക്രൂരമായ രീതിയിൽ അവിടെന്ന് പീഡിപ്പിക്കുകയാ. വേദന സഹിക്കാൻ കഴിയാതെ, പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ സ്വഹാബത്ത് അവിടെന്ന് പറഞ്ഞു, നബിയേ അവർക്കെതിരെ ഒന്ന് ദുആ ചെയ്യണേ, നബിയേ ഒന്ന് പറയൂ, നബിയേ ഞാൻ അവരെ ശപിക്കുന്നവന് മറ്റുള്ളവർക്കെതിരെ ആയിട്ടല്ല. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെന്ന് പറയുകയാണ്, മുശ്രിക്കീങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുവാൻ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ ശപിക്കുന്നവനല്ല, ഞാൻ
ഞാൻ ശപിക്കുന്നവനല്ല, മറ്റുള്ളവർക്കെതിരെ ശപിക്കുന്നവനായിട്ടില്ല. എന്നിട്ടോ എന്നെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ഞാൻ അവർക്കെല്ലാം കാരുണ്യമായിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നത്. എനിക്ക് ശപിക്കാൻ കഴിയുകയില്ല. ഒരാൾക്കെതിരെ ദുആ ചെയ്യാൻ, അത് മുസ്ലിമാകട്ടെ മുസ്ലിമാകട്ടെ, ഒരാളോടും എനിക്കെങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടാണ് അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളെയും എനിക്ക് ശപിക്കാൻ പറ്റൂല, ഒരാളെയും എനിക്ക് വേദനിപ്പിക്കാൻ പറ്റൂല. അള്ളാന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഇത് നമ്മുടെ നേതാവിന്റെ പ്രത്യേകതയാണ്, ഇത് നമ്മുടെ നേതാവിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചറിയണോ? അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചറിയണോ? അൻ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് അൽ മസ്നി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ ബൈന ബൈതി വമിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. മുത്തുനബിയുടെ മഹത്വം അറിയണോ? മുത്തുനബിയുടെ മഹത്വം അറിയണോ? ഈ ഭൂമിയിലെ ഒരേ ഒരു മണ്ണിന് മാത്രമേ ഉപ്പിന്റെ രസമുള്ളൂ. ഉപ്പിന്റെ രസമുള്ള ഒരു മണ്ണുണ്ട് മുസ്ലിമേ. അതെവിടെയെന്നറിയുമോ? അതെവിടെയെന്നറിയുമോ? അള്ളാന്റെ റസൂലിന്റെ റൗളയാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫില്. പടച്ചവരെ, ആ മണ്ണിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു സ്ഥലമേതാ ഈ ദുനിയാവില്? അതിനേക്കാളും ശ്രേഷ്ഠതയുള്ള ഒരു സ്ഥലമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്ന റൗള, മുത്തുനബി ഉണ്ടല്ലോ കിടക്കുന്നത്. ഈ ഭൂമിയിൽ രണ്ട് സ്വർഗമുണ്ട്, ഈ ഭൂമിയിൽ രണ്ട് സ്വർഗമുണ്ട്. ഈ ഭൂമിയിലെ സ്വർഗം കാണണോ ചെറുപ്പക്കാരാ? ഈ ഭൂമിയിലെ സ്വർഗം കാണണോ മക്കളെ? എടാ, ഭൂമിയിലെ സ്വർഗമുണ്ടടാ. അഭിമാനത്തോടു കൂടി പറയണം, അല്ലാഹുവിന്റെ ഭൂമിയിലെ സ്വർഗത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഭൂമിയിലെ സ്വർഗത്തിൽ പോയിട്ടുണ്ട്. 2 റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ട്. അവിടെ എവിടെയെന്നറിയുമോ? അതെവിടെയാണെന്നറിയുമോ? മാ ബൈന ബൈതി വമിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. അല്ലാഹുവേ, മുത്തുനബിയുടെ വീടുണ്ടല്ലോ, അവിടുത്തെ കബറിടമുണ്ടല്ലോ, അവിടുത്തെ റൗളയുണ്ടല്ലോ. ആ റൗളയുടെയും മിമ്പറിന്റെ ഇടയിലുള്ള ഒരു അല്പസ്ഥലമുണ്ട് സഹോദരാ. അല്ലാഹുവേ, എന്തൊരു തിരക്കെന്നറിയുവോ? എന്തൊരു തിരക്കെന്നറിയുവോ? ഒന്ന് സുജൂദ് ചെയ്യാൻ, ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ. അല്ലാഹുവേ, കാണണം ചെറുപ്പക്കാരാ, എത്ര തിരക്കാണെങ്കിലും ക്ഷമയോടുകൂടി കാത്തു നിൽക്കുകയാണ്. എത്ര വലിയ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും അവനവന്റെ സമയവും കാത്തു നിൽക്കുകയാണ്. എന്തിനു വേണ്ടി എന്നറിയോ? ഈ ഭൂമിയിലെ സ്വർഗത്തിലൊന്ന് പോയിരിക്കാനാ. ബാബു ജിബ്രീലിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ കാണാ, അല്ലാഹുവേ, ജനങ്ങളെ മണിക്കൂറുകളായി കാത്തു കാത്തു നിൽക്കുകയാണ്. എന്തിനു വേണ്ടി എന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ ആ റൗളയുടെയും ആ മിമ്പറിന്റെ ഇടയിൽ കാണുന്ന ടൈലൊട്ടിച്ച സ്ഥലത്തൊന്ന് നെറ്റിവെക്കാൻ, അവിടെയൊന്ന് ചുംബിക്കാൻ, അവിടെയൊന്ന് സുജൂദ് ചെയ്യാൻ, അവിടെ ഇരുന്ന് കൊണ്ടൊന്ന് കരയാൻ, അവിടെ ഇരുന്ന് കൊണ്ടൊന്ന് കരയാൻ. എന്തൊരു മണ്ണാ സഹോദരാ! അത് സ്വർഗമാ മോനെ, അത് സ്വർഗമാ മോനെ. മുത്തുനബിയാണ് പറഞ്ഞത്, മാ ബൈന ബൈതി വമിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്നാ.
ഭൂമിയിലെ സ്വർഗമാ മുസ്ലിമേ. അതുകൊണ്ടാണ് പലരും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോകാറ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോകാറ്. പലരും ഹജ്ജിനും ഉംറയ്ക്കും പോയിട്ട് മക്കത്ത് പോയിട്ട് മദീനയിൽ പോകാതെ പോകുന്നവരുണ്ട്. അല്ലാഹു നമുക്ക് ചെല്ലാൻ ഭാഗ്യം തരുമാറാകട്ടെ. പലരും ഹജ്ജിന് പോലും പോയിട്ട് ഉംറയ്ക്കൊക്കെ പോയിട്ടും മക്കത്ത് പോയിട്ട് അങ്ങ് പോകും, മദീനത്ത് പോകില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്ന് പോകണം സഹോദര. ഈ ഭൂമിയിലെ സ്വർഗവത, ഈ ഭൂമിയിലെ സ്വർഗവത ഇങ്ങനെ ടൈലുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, അടയാളപ്പെടുത്തിയിട്ട് ഒരല്പസ്ഥലം ഇത്രയും കാണും. നമ്മുടെ ആകെ ഇത്രേ കാണത്തുള്ളൂ, ഇത്രയും നീളം വീതി കാണും, ഒരല്പസ്ഥലം. അൽഹംദുലില്ലാ, അല്ലാഹു പോയി സുജൂദ് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് പോകണം. അതാ അല്ലാതെ ബാംഗ്ലൂരും ഗോവയിലും മൈസൂറും തമിഴ്നാട്ടിലും ഊട്ടിയിലും കൊടൈക്കനാലും മൂന്നാറിലും എന്ത് നാറ്, എന്ത് കാര്യം? എടാ, ജീവിച്ചിരുന്നിട്ടും മരിച്ചു പോകുന്നതിന് മുമ്പ് ആകെ പോകണം ദുനിയാവിലെ സ്വർഗത്തിൽ പോയിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാത്തു നിൽക്കണം, കാത്തു നിൽക്കണം. സത്യം പറഞ്ഞാൽ എന്താ മനുഷ്യ അല്ലേ, കണ്ണീരെന്ന് പറഞ്ഞ ഇതുപോലൊരു സ്നേഹം. അല്ലാഹുവേ, എല്ലാവർക്കും അത്ഭുതം തോന്നാറുണ്ട്. ആരെങ്കിലും നേതാവിനെ ഓർത്തിട്ട് ഇങ്ങനെ ആലിക്കാറുണ്ട്. അല്ലാഹുവേ, ആ ബാബു ജിബ്രീലിലൂടെ ഇങ്ങനെ കേറി ഇങ്ങനെ നടന്ന് വരുമ്പോ ആ റൗള ഇങ്ങനെ കാണുമ്പോ കണ്ണു നിറഞ്ഞു. ആ റൗളാ ഷരീഫിന്റെ മുറ്റത്തിങ്ങനെ മുന്നിലെത്തുമ്പോ അറിയാതെ സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അറിയാതെ നിറയും. ഏത് കഠിന ഹൃദയമുള്ളവന്റെയും കണ്ണ് ആ റൗള ഷരീഫ് കണ്ടിട്ടൊരു സലാം പറഞ്ഞാൽ മതി. അറിയാതെ ഒരു അറബികളൊക്കെ കരയണ കാണും. ഓരോ മനുഷ്യന്മാർ അല്ലാഹുവേ പടച്ചവനെ കരയണ ഒരു കരച്ചിലുണ്ടല്ലോ. മുത്തി നബിയുടെ റൗള കാണുമ്പോൾ ഒരു സന്തോഷപ്പ, വേറൊന്നുമല്ല, ആരാധനയൊന്നുമല്ല. ആ റൗള ഷരീഫ് കാണുമ്പോൾ ഒരു സ്നേഹമുണ്ടല്ലോ, സന്തോഷത്തിന്റെ കണ്ണുനീര്. ദുഃഖം ഉണ്ടാകുമ്പോഴും കരയും, സന്തോഷം ഉണ്ടാകുമ്പോൾ കരയില്ലേ? അറിയാതെ കണ്ണു നിറഞ്ഞു. സന്തോഷം അധികമായിട്ട് സന്തോഷമായാലും കരഞ്ഞു പോകും. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള അല്ലാഹു ഇങ്ങനെ എഴുതിയിട്ടിരിക്കുന്നു. റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് അല്പസ്ഥലം അപ്പുറത്ത് ഒഴിച്ചിട്ടിട്ടുണ്ട്. ആ റൗളക്കകത്ത് നോക്കുമ്പോ കാണാം ആ കുറച്ച് സ്ഥലം ഒരല്പം കൂടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. ആർക്ക്? മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. അല്ലാഹ് എത്ര വലിയവനാ അല്ലേ, എത്ര വലിയവനാ. ആ മുത്തുനബിയുടെ കാലിന്റെ അവിടെ ആണ്ട് ഭാഗത്തൊരല്പസ്ഥലം ഇപ്പോഴും അവിടെ ആയിഷാ ബീവിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സ്ഥലം ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സ്ഥലമാണ്. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ തനിക്ക് വേണ്ടി അവിടെ കിടക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, ഉമർ തങ്ങള് മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ മകനെ പറഞ്ഞു വിട്ടു, മോനെ ആയിഷാ ഉമ്മാടെ അടുത്ത് പോണം, ആയിഷാ ഉമ്മാടുത്ത് പോയിട്ട് ചോദിക്കണം ആ സ്ഥലം എനിക്ക് തരുമോന്ന്. ലോകത്തൊരു പെണ്ണും കൊടുക്കോ? ലോകത്ത് ആയിഷാ ബീവിയുടെ ആ ഒരു മനസ്സിന്റെ വിശാലത, തന്റെ വാപ്പാടെയും ഭർത്താവിന്റെയും കൂടെ കിടക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം, തന്റെ ഭർത്താവിന്റെയും തന്റെ പിതാവിന്റെയും ചാരത്ത് കിടക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം ലോകത്ത് ഇതുപോലെ ഒരു പെണ്ണും കൊടുത്തു കാണൂല. ചരിത്രകാരന്മാര് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ലോകത്ത് ഇത്രയും വലിയ ഒരു മനസ്സിന്റെ വിശാലത ലോകത്തൊരാൾക്കും കാണൂലെന്നാണ്. ആയിഷാ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിൽ മകനെ പറഞ്ഞു വിട്ടു, ഉമർ തങ്ങൾ പോയിട്ട് മോൻ ചോദിക്കണം ആ 6 അടി മണ്ണ് എനിക്ക് തരുമോന്ന്. ആയിഷാ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിൽ പോയി ചോദിച്ചു. ആയിഷാ ബീബി അനുവാദം കൊടുത്തു. തിരിച്ച് മകൻ വന്ന് വാപ്പാടെ അടുത്ത് പറഞ്ഞപ്പോ പറഞ്ഞു, മോനെ ഞാൻ മരിച്ച് കഫം പൊതിഞ്ഞിട്ട് എന്റെ മയ്യത്ത് ആയിഷാ ബീവിയുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പിന്നെയും ചോദിക്കണം. കാരണം ഇപ്പൊ ഞാൻ നേതാവാ, ഇപ്പൊ ഞാൻ ഖലീഫയാ, എനിക്ക് ജീവനുണ്ട്. ചിലപ്പോ ജീവനുള്ളത് കൊണ്ടായിരിക്കും എന്ത് ചെയ്യണത്, സമ്മതിക്കുന്നത്. ചിലപ്പോ മരിച്ചു കഴിഞ്ഞാ കൊണ്ട് എന്റെ മയ്യത്ത് പൊതിഞ്ഞിട്ട് ആയിഷാ ബീവിയുടെ വീടിന്റെ അടുക്ക കൊണ്ടുവച്ചിട്ട് പിന്നെയും ചോദിക്കണം ആ 6 അടി മണ്ണ് തരുവോന്ന്. തന്നാലേ എന്നെ അവിടെ അടക്കാവൂ, ഇല്ലെങ്കിൽ ജന്നത്തിൽ വക്കീലടക്കണമെന്ന് മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ്. എന്റെ പ്രിയപ്പെട്ടവർ, ആയിഷാ ബീവി ഇവിടെ നിന്ന് കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു.
അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിരുന്ന മുത്തുനബി നടന്ന ആ സ്ഥലം പോലും സ്വർഗമാണെങ്കിൽ അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങൾ അവിടെ എത്തിക്കണേ അല്ലാ, നീ ഞങ്ങൾ അവിടെ എത്തിക്കണേ പടച്ചവനെ. ആ മുത്തുനബിയുടെ റൗളയുടെ മുന്നിൽ ചെന്ന് അല്ലാഹുവേ സലാം പറയാൻ, അപ്പോൾ ഇരുന്ന് നിസ്കരിക്കാൻ അൽഹംദുലില്ലാഹ് ഒരുപാട് ഭാഗ്യം. ഒരു വഖത്ത് തന്നെ അവിടെ നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. ജീവിതത്തിൽ അതൊക്കെയുള്ളൂ ബാക്കി. കാണാൻ അതൊക്കെയാണ് പോയി കാണേണ്ടത്, ഇവിടെയൊക്കെയാണ് പോകേണ്ടത്. ഹജറുൽ അസ്വദ് മുത്താനും മഖാം ഇബ്രാഹിമിന്റെ മുന്നിൽ പോയി നിസ്കരിക്കാനും ഹിജ്ർ ഇസ്മായിലിനകത്ത് കയറാനും കഅബയുടെ കില്ല പിടിച്ചു ദുആ ചെയ്യാനും എന്റെ പ്രിയപ്പെട്ടവരെ സഫയും മർവയും കാണാനും ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അഭിലാഷമായി കാണേണ്ടത്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുത്തുനബിയെ കുറിച്ച് പഠിക്കണം, നബിയുടെ മുഅ്ജിസത്ത് എന്താണെന്ന് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.